ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന സിനിമയിൽ ജയറാമും അഭിരാമിയും വളരെ നല്ല രീതിയിൽ എങ്ങനെ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ച് വാചാലരായിട്ട് സംസാരിക്കുകയാണ്. ചാനലുകളുടെ മുന്നിലൊക്കെ അവർ വളരെ വലിയ രീതിയിലുള്ള ബഡായികളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കുടുംബത്തിൽ വന്നിട്ടുള്ള അവസ്ഥ എന്താണ്? അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ട് പോവുക. വെറുപ്പ്, വിദ്വേഷം, അസൂയ, വൈരാഗ്യം, ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് ചില ആളുകൾ. അവർ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു തരം പ്രദർശന ദാമ്പത്യമാണ് അവർ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്. എന്നാൽ അവരുടെ റിയൽ ലൈഫിൽ അവരെപ്പോഴും അസ്വസ്ഥരായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് മുടി കൊഴിച്ചിൽ, തലവേദന, BP, അതുപോലെ ത്വക്ക് രോഗങ്ങൾ, ഇങ്ങനെയുള്ള മാരക രോഗങ്ങൾ നമുക്കുണ്ടാകുമെന്നാണ് ശാസ്ത്രീയ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മളോട് ചെയ്ത ദ്രോഹങ്ങളായിരിക്കാം നമ്മുടെ ഉള്ളിൽ ആ ഒരു കനലിങ്ങനെ കൊണ്ടു നടക്കുന്നത്. പക്ഷേ ആ കനൽ നമ്മളറിയാതെ നമ്മളെ തന്നെയാണ് എരിയിച്ച് തീർക്കുന്നത് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക. ജോലിയും കുടുംബവും ഒരുമിച്ച് നല്ല ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ പോയിൻ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ബാലൻസിങ് ആണ്. പരസ്പരം നമുക്ക് ജോലിയിലൊക്കെ ഒരുപാട് സ്ട്രെസ് ഉണ്ടാകും, പല പ്രയാസങ്ങളുണ്ടാകും. എന്നാൽ അതൊക്കെ നമ്മൾ മാറ്റിവെച്ച് കുടുംബത്തിലേക്ക് വരുമ്പോൾ ഒരു ഫ്രഷ് മൈൻഡഡ് ആയിട്ട് നമുക്ക് വരാൻ സാധിക്കണം എന്നുള്ളതാണ് ഈ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ജോലി ഒരുപാട് സമയം ചെയ്യുക എന്നുള്ളതല്ല ഒരു വിജയിയുടെ ലക്ഷണം. അത് ജോലി ഉള്ള സമയത്തിൻ്റെ ഉള്ളിൽ കൃത്യമായി ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ഒരു വിജയിയുടെ ലക്ഷണം. പിന്നെ രണ്ടാമത്തെ പോയിൻ്റ് എന്താണ്? നമ്മളെപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യയായാലും ഭർത്താവായാലും നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രെസ് എടുക്കുന്നുണ്ട് അല്ലേ? എന്നാൽ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിലെ എനിക്ക് എൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുക, അതുപോലെ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് ലൈഫിനൊരു ഫുൾഫിൽമെൻറ്റ് ഫീലിംഗ് ഉണ്ടാവുള്ളൂ. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മളെപ്പോഴും മക്കളെ എല്ലാ മൂല്യങ്ങളും അറിയിച്ച് വളർത്തുക എന്നുള്ളതാണ്. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും വാങ്ങിക്കൊടുക്കുക എന്നുള്ളതിനുപരി ആ കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ആ മൂല്യം മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ അവരെ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ശിക്ഷിക്കുക എന്ന് പറയുമ്പോൾ അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്ത് കാര്യത്തിനാണ് നമ്മൾ അവരെ ശിക്ഷിച്ചത് എന്നുള്ളത്. അതല്ലാതെ ഒരിക്കലും നമ്മുടെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അവരെ അടിക്കുക എന്നുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പിന്നെ നാലാമത്തെ പോയിന്റ്, ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പരസ്പരമുള്ള ആ ഒരു വിട്ടുവീഴ്ച മനോഭാവമാണ്. അത് വിചാരിച്ചിട്ട് എല്ലാ തെറ്റുകളെയും നമ്മൾ ശരിവെച്ച് കൊടുക്കുക എന്നുള്ളതൊന്നും അല്ല ഇതിൻ്റെ അർത്ഥം. നമ്മൾ പരസ്പരം തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് തമ്മിൽ തിരുത്താൻ വേണ്ടിയിട്ട് തയ്യാറാവണം. അതുമാത്രമല്ല, സ്വയം നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കുറവുകൾ കണ്ടെത്തിയിട്ട് ഞാൻ പരിഹരിക്കുമ്പോൾ മാത്രമേ ഞാൻ നല്ലൊരു വ്യക്തിയായിട്ടും എനിക്ക് എൻ്റെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ രണ്ടു കൂട്ടരും അത് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിത വിജയം കണക്കാക്കുന്നത് ആ ഒരു വ്യക്തി കുടുംബ ജീവിതത്തിൽ എത്രത്തോളം നല്ല രീതിയിൽ വർത്തിക്കുന്നുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് നമ്മൾ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കുടുംബം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കുടുംബ ജീവിതത്തിൽ വിജയിച്ചവർക്ക് മാത്രമേ ജീവിതത്തിലും വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്ന് വീഡിയോ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും പുതിയ വിഷയങ്ങളുമായിട്ട് വരുന്നത് വരെ താങ്ക് യു സോ മച്ച്.